പ്രസാദേട്ടൻ എന്തി വരുന്നുണ്ടോ? ഇല്ല, ഞാൻ കുറെ വിളിച്ചു. അവന് തലവേദനയാ, അത്താഴം വേണ്ടാന്ന്. വിഷമായോ? സാരയില്ല, ജോലിയുടെ ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ തലവേദനയാവും. ഇത്തരം സാഹചര്യങ്ങളിൽ അവർ ഏറെ ആഗ്രഹിക്കുന്നത് ഭാര്യമാരുടെ സാന്നിധ്യമാ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ല. ഉഫ്, ഇങ്ങനൊരു മണ്ടി. എന്റെ മോളെ, നീ ആ റൂമിൽ ചെന്ന് ബാമോ എടുത്ത് മുകളിലേക്കൊന്ന് ചെല്ല്. അവിടെ നിപ്പുണ്ട് പ്രസാദ്. സ്നേഹത്തോടെ എന്തെങ്കിലും സംസാരിച്ച് ഇത്തിരി ബാമൊക്കെ പുരട്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവാ. നീ വിളിച്ച പ്രസാദിന് വരാതിരിക്കാൻ പറ്റുമോ? എന്താ ഇത്ര ആലോചിക്കാൻ? ബാമോ എടുത്തോണ്ട് ചെല്ല് മോളെ, ചെല്ല് ചെല്ല. ക്ഷമിക്കണേ രാധേ, നിന്നെ മാത്രമേ സ്നേഹിക്കുമെന്ന് വാക്ക് തന്നിട്ട് ഒരു നിമിഷത്തേക്കെങ്കിലും മനസ്സ് പതറിപ്പോയതിന് എന്നോട് ക്ഷമിച്ചേക്കണേ. പ്രസാദേട്ടാ, തലവേദനയായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ? സാരമില്ല, ഈ ബാം പുരട്ടിക്കോ, വേഗം മാറിക്കോളും. ഞാൻ പുരട്ടിത്തരാം. വേണ്ട, എന്തെങ്കിലും മരുന്ന് ചെയ്യാതിരുന്ന തലവേദന കൂടുകയുള്ളൂ. ബാം പുരട്ടിയിട്ട് ഇത്തിരി ആവി കൂടി കൊണ്ടാ മതി. ഞാനല്ലേ പറയുന്നേ? ദാ തേക്ക്. വേണ്ടെന്ന് ഒരു കാര്യം ഒരു തവണ പറഞ്ഞ നിനക്കെന്ന് മനസ്സിലാവില്ല. പുറകെ നടന്നിങ്ങനെ താലോലിക്കാൻ ഞാനെന്താ കൊച്ചുകുട്ടിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അതോ പതിയെ ഞാനെല്ലാം മറന്ന് നിന്റെ ഭർത്താവായിട്ട് മാറുമെന്ന് കരുതുന്നുണ്ടോ? നിന്റെ കഴുത്തി കിടക്കുന്ന താലിക്ക് അത് കൊരുത്തിട്ടിരിക്കുന്ന ചരടിന്റെ പോലും വിലയില്ലെന്ന് ഓർമ്മ വേണം. അത്രയും വിലയും സ്ഥാനമോ ഭാര്യ എന്ന നിലയിൽ എന്റെ ജീവിതത്തിൽ നിനക്കില്ല. ഞാനതിനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എല്ലാം ഒരു വേഷം കെട്ട് മാത്രമാണെന്ന് എനിക്കല്ലേ നന്നായിട്ട് അറിയാവുന്നത്. അതെ, ആരതിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ നീ വേഷം കെട്ടി. മുരളിക്ക് വേണ്ടി ഞാനും. അന്യരാ നമ്മള്. അതിനപ്പുറം ഒരു ഭാര്യയുടെ അടുപ്പമോ പരിചരണമോ അവകാശമായോ എന്റെ മുമ്പിൽ നീ വന്ന് നിൽക്കരുത്. എനിക്ക് വിശക്കുമ്പോ ഞാൻ ഭക്ഷണം കഴിക്കും, ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോ മരുന്നും കഴിക്കും. ഇതിനൊന്നിനും വേണ്ടി എന്നെ ക്ഷണിക്കാനോ എന്റെ മുമ്പിൽ പ്രേമപ്രകടനം നടത്താനോ നീ വരണ്ട, പ്ലീസ്. എന്റെ മുമ്പിൽ നിന്ന് എന്തിനാ കരയുന്നേ? ഞാൻ കാര്യോ പറഞ്ഞത്, അത് മനസ്സിലാക്കി പെരുമാറുക വേണ്ടത്. ഇവിടുന്ന് ഒന്ന് പോയി തന്നാ എനിക്ക് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കായിരുന്നു.